ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഷർക്കിൽ പോവുകയാണ്. അതായത് കുവൈറ്റിലെ ഒരു മീൻ ചന്തയിലോട്ടാണ് ഞങ്ങളുടെ പോക്ക്. മീൻ ചന്തയിലോട്ടായതുകൊണ്ട് തന്നെ ഏറ്റവും കൂറ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും ഞങ്ങൾ പോകുന്നത്. കാരണം ഒടുക്കത്തെ മണമാണ്. അങ്ങനെ ഐസപ്പൻ്റെ മ്യൂസിക്കൊക്കെ കേട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഉണ്ട്, അങ്കിളുണ്ട്, ഞാൻ, ഐസപ്പന്, മമ്മി, റോബിന്, കെട്ടിയോൻ, ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വെളിയിലത്തെ കാഴ്ചയൊക്കെ കണ്ട് ഐസപ്പന് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ എന്താണേലും മീൻ ചന്തയിലെത്തി ഗൈസ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മീൻ ചന്തയാണെന്ന് തോന്നുന്നുണ്ടോ? എന്നാണ് ഇതാണ് മീൻ ചന്ത. നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ, ഇവിടെ എല്ലാം ഫുൾ സെറ്റപ്പാണ്. അപ്പോൾ ഈ സെറ്റപ്പിലേക്കാണ് നമ്മൾ മീൻ മേടിക്കാൻ പോകുന്നത്. ഫ്രഷ് മീൻ കിട്ടും എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഞങ്ങൾ ഇച്ചിരി ദൂരമാണെങ്കിലും ഇവിടെ വന്ന് മീൻ മേടിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് നമ്മളെ ഫ്രഷ് വെജിറ്റബിൾസും കിട്ടും, ഫ്രൂട്ട്സും കിട്ടും. അതുകൂടാതെ വെറൈറ്റി മസാലകളും കിട്ടും കേട്ടോ. അവിടെ മസാലപ്പൊടികളൊക്കെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സോസുകളൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ കിട്ടും. ഞങ്ങൾ അവിടെ നിന്നൊന്നും മേടിക്കാറില്ല. കൂടുതലും നമ്മുടെ ഐറ്റംസ് അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകാറില്ല. പിന്നെ ഞങ്ങൾ പോയത് അകത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ മീൻ സ്റ്റാളുകളാണ്. പലയിടത്തും പല റേറ്റുകളാണ്, ചിലയിടത്ത് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഓരോരുത്തരുടെ പോയി റേറ്റ് നോക്കി നമുക്ക് കംഫർട്ടായിട്ടെടുത്ത് നമ്മൾ ഓർഡർ കൊടുക്കുന്നു, മേടിക്കുന്നു, കട്ട് ചെയ്യുന്നു. ഞണ്ടൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ ഇത്തവണ പോയപ്പോഴത്തേക്ക്. ഇവിടുന്ന് ലേലം വിളിച്ച് കിട്ടുന്നതാണ് കേട്ടോ ഞങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ അവർ വിൽക്കുന്നത്. കാരണം നന്നായിട്ട് ബൾക്കായിട്ടും നല്ലൊരു ചീപ്പ് റേറ്റിലൊക്കെ കുറച്ച് നല്ല മീനുകളൊക്കെ ഇവിടെ ഫ്രഷായിട്ട് കിട്ടും. അതാണ് ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ അവർ കൊണ്ടുപോയി വിൽക്കുന്നത്. ഞങ്ങളിവിടെ വന്ന് മേടിക്കുന്നതിൻ്റെ മെയിൻ കാരണം തന്നെ ഫ്രഷായിട്ടുള്ള മീൻ നമുക്ക് കിട്ടും എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഒത്തിരി മേടിച്ചൊന്നും അങ്ങനെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും പറ്റുന്നത്ര. അതിൻ്റെ ഇടയ്ക്ക് ഐസപ്പിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അവിടുന്ന് ഒരു ഐസ്ക്രീമും മേടിച്ചിട്ടുള്ള കറക്കമാണ് ഇനിയുള്ളത്. എന്തായാലും അവിടെയുള്ള ഷോപ്പുകളിലെല്ലാം പോയി മീനെ നോക്കി അവിടെ ഇവിടെ നടന്നു. ആൾ ടയേർഡായി തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളും മീനൊക്കെ വെട്ടി മേടിച്ചു. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. മീൻ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പോകാനുള്ള പരിപാടി പ്ലാൻ ചെയ്തു. കാരണം പലയിടത്തായിരിക്കും മീൻ വെട്ടാൻ കൊടുക്കുന്നത്. ചിലയിടത്ത് മീൻ വെട്ടി തരത്തില്ല, നമ്മളപ്പോൾ വേറെ ആൾക്കാരെ കൊടുക്കണം, അവർ വെട്ടിയാണ് തരുന്നത്. അപ്പോൾ അങ്ങനെ മീനൊക്കെ മേടിച്ചു. ഇനി നേരെ വീട്ടിലോട്ട്. അപ്പോൾ എന്താണെങ്കിലും മീനിൻ്റെ മണമൊക്കെ ആയതുകൊണ്ട് ഒരു തെർമോക്കോളിൻ്റെ ബോക്സൊക്കെ മേടിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. അത് വണ്ടിയുടെ ഡിക്കിലിരിപ്പുണ്ട്. അവിടെ ചെന്നിട്ട് അത് അതിനകത്തോട്ട് എടുത്ത് വെക്കും, ഇല്ലെങ്കിൽ വണ്ടിയിലൊക്കെ ഭയങ്കര മണമായിരിക്കും. ഐസ്ക്രീം തിന്ന് ദേ ഈ പരുവായി. ഇതുകൊണ്ട് വണ്ടി കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനും അപ്പയും റോബിനും കൂടെ അത് തിന്ന് തീർത്തു. അങ്ങനെ മീനുകളൊക്കെ നമ്മൾ തെർമോക്കോൾ ബോക്സിനകത്താക്കി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു ഗൈസ്. അപ്പോൾ ഇനിയും ഒരു ഈവനിങ് വൈബൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ്. ഈ വൈകുന്നേര സമയത്ത് വരുന്നതാണ് കേട്ടോ ഇപ്പം നല്ലത്. കാരണം ഇപ്പോൾ ചൂടാണ്. അത് കാരണം പകലൊക്കെ ഡേ ടൈമിൽ വരുന്നതിൽ നല്ലത് വൈകുന്നേര ടൈം ആണെങ്കിൽ കുറച്ചൊരു ചെറിയ കാറ്റുണ്ട്, എന്നാലും നല്ല ചൂട് സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് ട്രാഫിക്കും വലുതായിട്ടില്ലായിരുന്നു ഈ സമയം. അങ്ങനെ നല്ലൊരു ഈവനിങ് വൈബൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗായ്സ്.